ജപ്പാനിലെ പ്രധാന മെട്രോപൊളിറ്റനിടങ്ങളായ ടോക്കിയോ, ഒസാക്ക എന്നിവിടങ്ങളിൽ ഈ വർഷം മൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയവരുടെ കേസുകളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട്. രണ്ട് പ്രവിശ്യകളിലെയും കീടനിയന്ത്രണ സംഘടനകളുടെ അഭിപ്രായത്തിൽ ആളുകൾക്കിടയിൽ വ്യാപകമായി തന്നെ രോഗബാധ ഉണ്ടായതായി പറയുന്നു. കൊറോണ വൈറസ് പാൻഡമിക്കിന് ശേഷം ഫ്രാൻസ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ രക്തം കുടിക്കുന്ന ഈ കീടങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വൻതോതിൽ വർദ്ധിച്ചിരുന്നു. കിടക്കയിലും സോഫയിലും പതിയിരിക്കുന്ന ഈ ജീവികൾ ഫ്രാൻസിൽ നിരവധി പേർക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടാക്കിയത്. മൂട്ടകളുടെ കടിയേറ്റ ആളുകൾ അവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഫ്രാൻസിനെ ആക്രമിക്കുന്ന മൂട്ടകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജപ്പാനിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. ഏകദേശം 5 മില്ലിമീറ്ററോളം നീളവും ദുർഗന്ധവും പരത്തുന്ന ഈ മൂട്ടകൾ പകൽ സമയത്ത് ഫർണിച്ചറുകളിലെ വിള്ളലുകളിലും വിടവുകളിലും ഒളിക്കുകയും രാത്രിയിൽ മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്നു. കീടങ്ങളുടെ കടി ചില ആളുകളിൽ അലർജിക്ക് കാരണമാകുന്നുണ്ട്. ഇത് തീവ്രമായ ചൊറിച്ചിൽ ശരീരത്തിലുണ്ടാക്കുന്നു. ചെറിയ ജീവികളെ കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടുകളും പെൺമുട്ടകൾക്ക് 100 കണക്കിന് മുട്ടകളും ഇടാനുള്ള കഴിവ് ഇതിന്റെ വ്യാപനം രൂക്ഷമാക്കുകയാണ്. കൂടാതെ ഇവ വസ്തുക്കളിലോ വസ്ത്രങ്ങളിലോ കയറിയാൽ അണുബാധ എളുപ്പത്തിൽ പടരാനും ഇടയാക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ജപ്പാനിൽ മൂട്ടകൾ അഥവാ ബെഡ് ബഗുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഒരു നിശ്ചിത സമയം കൊണ്ട് തന്നെ ഇത് രാജ്യത്തുടനീളം വ്യാപിച്ചു. എന്നാൽ ശക്തമായ കീടനാശിനികളുടെ വ്യാപകമായ ഉപയോഗം കാരണം 1970-ൽ അവയുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. അതേസമയം 2000 മുതൽ ചില ബഗുകൾക്ക് കീടനാശിനികളോടുള്ള പ്രതിരോധം വർദ്ധിക്കുകയും തന്മൂലം കീടനാശിനികൾ ഏൽക്കാതെയും വന്നു. ടോക്കിയോയിലെ പോസ്റ്റ് കൺട്രോൾ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ നവംബർ വരെ ബെഡ് ബഗുമായി ബന്ധപ്പെട്ട 306 കേസുകൾ തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. 2022-ൽ അവിടെ രേഖപ്പെടുത്തിയത് 247 കേസുകളായിരുന്നു. എന്നാൽ ടോക്കിയോ ആസ്ഥാനമായുള്ള കീടനാശിനി നിർമ്മാതാക്കളായ എർത്ത് കോർപ്പറേഷൻ പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ബെഡ് ബഗുകളെ സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് ആക്കം കൂട്ടിയിരുന്നു എന്നാണ്. അതേസമയം നവംബർ അവസാനം വരെ ഒസാക്കയിൽ റിപ്പോർട്ട് ചെയ്തത് 307 കേസുകളാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 50% കൂടുതലാണ്. നവംബർ അവസാനത്തോടെ ഒസാക്ക മെട്രോയിലെ ബെഡ് ബഗുകളുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ഒസാക്കയിലെ 1380 ട്രെയിനുകളിൽ മൂട്ടകളെ തുരത്തുന്നതിനായി വൻ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നഗരപ്രദേശങ്ങൾക്ക് പുറത്തുപോലും ബെഡ് ബഗ് ആക്രമണം നടക്കുന്നുണ്ടെന്ന് ജപ്പാൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ എൻഡോമോളജി ആൻഡ് സുവോളജിയുടെ പ്രസിഡന്റും ഹ്യോഗോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡെർമറ്റോളജി പ്രൊഫസറുമായ മസാരു നാറ്റ്സുവാക്കി പറഞ്ഞു. അതായത് രാജ്യത്തിന്റെ ഒരു ഭാഗത്തും തന്നെ മൂട്ടകളുടെ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതമായ ഇടം കണ്ടെത്താനാവില്ല. രാജ്യം മുഴുവൻ ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.